ഇന്ന് രാവിലെ ഈ കുട്ടിയെ കണ്ടു എന്നത് ഉറപ്പിക്കാൻ കഴിഞ്ഞോ? ആ പറഞ്ഞ ആളുകളോട് കൂടുതൽ വിവരങ്ങൾ തേടിയോ? അവിടെ കണ്ട കുഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടു, അങ്ങനെയുള്ള എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? അവരാണ് അവസാനമായി കുട്ടിയെ കണ്ടത്. സുജയ, ഇതുവരെയുള്ള പരിശോധനയിൽ മനസ്സിലാകുന്നത് കുട്ടി കന്യാകുമാരി എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലേക്ക് ഒരു സംശയം വരുന്ന രീതിയിലേക്കാണ് ഇതുവരെയുള്ള പരിശോധന നീങ്ങുന്നത്. ഇന്ന് രാവിലെ 7:30 കഴക്കൂട്ടത്ത് നിന്നുള്ള കേരള പോലീസിൻ്റെ സംഘം ഇവിടെ എത്തിയത്. അതിനും 2 മണിക്കൂർ മുമ്പ് തന്നെ തമിഴ്നാട് പോലീസും ഇവിടുത്തെ റെയിൽവേ സംരക്ഷണ സേനയും എല്ലാം പരിശോധന തുടങ്ങുകയും ചെയ്തതാണ്. പക്ഷേ രാവിലെ കേരള പോലീസ് എത്തുന്നതിന് മുമ്പ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേരള പോലീസ് എത്തിയതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടെ രാവിലെ 5:25 ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ കുട്ടിയെ കണ്ടു എന്നതാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 250 മീറ്റർ താഴെ, നമ്മൾ നേരത്തെ കണ്ട തൊട്ട് താഴെയുള്ള ജംഗ്ഷനിൽ ആ ഹോട്ടലിൻ്റെ മുന്നിൽ ഓട്ടോകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടു എന്നതാണ്. അങ്ങനെ കാണണമെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായ ട്രെയിനിനെത്തണം. അങ്ങനെ 5 മണി മുതൽ 6:30 വരെയുള്ള ആകെയുള്ള 16 ക്യാമറകളിൽ ഏകദേശം എല്ലാ ക്യാമറകളും പരിശോധിച്ച് വരികയാണ്, പരിശോധിച്ച് പൂർത്തിയാവുകയാണ്. പെൺകുട്ടിയുടെ ഒരു സൂചന പോലും കിട്ടാനില്ല. ഇന്നലെ 3:25 എത്തിയ ട്രെയിൻ, അതുകൊണ്ട് തന്നെ ഇന്നലെ 3 മണി മുതൽ വൈകിട്ട് 4:30 വരെയുള്ള സമയത്തെ 16 ക്യാമറകളിൽ നിന്നുള്ള ഔട്ടുകളെല്ലാം ഏതാണ്ട് പരിശോധിച്ചു. വിഷ്ണു, നമുക്ക് ആ ക്യാമറകളൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെയൊക്കെയാണ് ക്യാമറയുള്ളത്. ഇവിടെയാണ് സുജിയ പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന, ഇവിടെയാണ് ക്യാമറയുള്ള ഭാഗം. ഇതാണ് ഇങ്ങനെയുള്ള 16 ക്യാമറകളിലെ ഔട്ടാണ് ഇവിടെ നിന്ന് പരിശോധിക്കുന്നത്. ഇവിടെ കൂടാതെ അപ്പുറം ഭാഗത്തുമുണ്ട്. ഇതിലൂടെയാണ് കൂടുതൽ ക്ലാരിറ്റി ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ ഭാഗമാണ് ആദ്യം പരിശോധിക്കുന്നത്. ഈ ഭാഗത്തെ ക്യാമറകൾ മുഴുവൻ പരിശോധിച്ചപ്പോഴും കുട്ടി ഇവിടെ ഇറങ്ങിയതായുള്ള ഒരു സൂചനയുമില്ല. തൊട്ടിപ്പുറം കാണുന്ന RPFൻ്റെ ഈ CCTV കൺട്രോൾ റൂമിലാണ് തിരച്ചിൽ, ഈ CCTVയുടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നത്. അങ്ങനെ 2 സാധ്യതകളാണ് പ്രധാനമായും നോക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന്, ഇന്നലെ ട്രെയിൻ എത്തിയ 3:25 എന്ന സമയം. അങ്ങനെയാണെങ്കിൽ 3 മണി മുതൽ 4:30 വരെയുള്ള സമയം 16 ക്യാമറകളിൽ ബഹുഭൂരിപക്ഷം ഔട്ടുകളും പരിശോധിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയുണ്ടായത് ടി വി പ്രസാദ് ഇപ്പോൾ കണ്ടു എന്ന് പറയുന്ന ഓട്ടോ. ടി വി പ്രസാദ്, ഒറ്റ കാര്യം, അതായത് ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. അപ്പോൾ അവിടെ ഈ കുട്ടി വന്നിറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അതിനകത്തുള്ള പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന CCTV ക്യാമറകളിൽ നിന്ന് കൃത്യമായ വിവരം ലഭിക്കും. ഏത് ഭാഗത്തു നിന്നിറങ്ങിയാലും എക്സിറ്റിലേക്ക് വരുന്ന വഴി അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് പോകുന്ന വഴി. ഈ പ്ലാറ്റ്ഫോം 2 നിന്നുള്ള എക്സിറ്റ് എങ്ങനെയാണ്? ആ റെയിൽവേ സ്റ്റേഷനകത്ത് പ്രസാദ് കയറി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ഈ പ്ലാറ്റ്ഫോം 2 ഈ ട്രെയിൻ വന്ന് നിൽക്കുന്ന എൻഡ് പോയിന്റിൽ നിന്നുള്ള എക്സിറ്റിലേക്കുള്ള വഴി അതെങ്ങനെയാണ് പ്രസാദ്? സുജിയ, നമുക്കിതിലേക്ക് നോക്കാം. ഇതാണ് വിഷ്ണു, ക്യാമറ ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. വിഷ്ണു ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ സുജിയ കാണാമെന്ന് തോന്നുന്നു. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. ഞാനിവിടെ നിന്ന് കാണിച്ചു തരാം. ഇന്ന് രാവിലെ 7:30 കേരള പോലീസ് എത്തിയപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വഴിയാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ പ്ലാറ്റ്ഫോം 2 വഴി ഇറങ്ങിയാലുള്ള സാധ്യത, ഇവിടുന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഒന്ന് ഇതുവഴി നമുക്ക് പുറത്തേക്ക് പോകാം. ഈ പ്രധാന ഗേറ്റ് വഴി. മറ്റൊരു സാധ്യതയുള്ളത് ഈ ഭാഗത്തു കൂടിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവഴി പുറത്തേക്ക് പോകാം. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, സാധാരണ ആളുകൾ പോകാറില്ല, എന്നാലും ഇതുവഴി പോവാം. അങ്ങനെ 2 സാധ്യതകളാണുള്ളത്. ഈ 2 സാധ്യതകളായാലും ഇതെല്ലാം പതിയുന്ന രീതിയിലുള്ള ക്യാമറകൾ ഈ ഭാഗത്തുണ്ട്. പക്ഷേ ഈ ഭാഗത്തുള്ള ക്യാമറകൾ ഏതാണ്ട് മുഴുവൻ, ആകെയുള്ള ഈ മെയിൻ എൻട്രൻസിൽ ഇവിടെയുള്ള ക്യാമറകൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ക്യാമറ കാണാം. ഇവിടെ തൊട്ട് മുകളിലൊരു ക്യാമറ കാണാം. അത് അകത്തേക്കുള്ള ക്യാമറ. നേരെ നോക്കിയാൽ അവിടെ ഒരു ക്യാമറയുണ്ട്. ഈ 2 ഔട്ടുകളിലും കുട്ടി പതിഞ്ഞിട്ടില്ല. നേരെ അവിടെ ഈ 2 ഔട്ടുകളിലും കുട്ടി പതിഞ്ഞിട്ടില്ല. ഈ 2 ഔട്ടുകൾ മാത്രമല്ല സുജി, ആകെ ഇവിടെ വിഷ്ണു ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്താൽ ആകെ ഇതുപോലെ
16 ഔട്ടുകളാണ് ഇവരിപ്പോൾ പരിശോധിക്കുന്നത്. ഇതുപോലെയുള്ള 16 ഔട്ടുകൾ. സുജയ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം. ഇതാണ് ഇതിൻ്റെ പ്രധാന എൻട്രൻസിൻ്റെ അടുത്ത് സീറ്റുകൾ നമുക്ക് നോക്കാം. സീറ്റുകൾ ഏതാണ്ട് മുഴുവൻ കാലിയാണ്. ട്രെയിൻ വരുന്ന സമയത്തും പോകുന്ന സമയത്ത് അങ്ങനെ ഇവിടെ ആളുണ്ടാവില്ല. ട്രെയിൻ പോകുന്ന സമയത്ത് അപൂർവം ചില ആളുകൾ അങ്ങിങ്ങായിരിക്കും. അതല്ലാതെ ഒരു തിരക്കുമില്ല എന്നതാണ്. മാത്രമല്ല CCTV നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാകും. ഈ കുട്ടി പതിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പം മനസ്സിലാവും. ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഔട്ടുകളിൽ എവിടെയെങ്കിലും പതിയാനുള്ള കൃത്യമായ സാധ്യതകളുണ്ട്. അതായത് ഇന്നലെ 3:30-ക്ക് TV പ്രസാദ് ഇപ്പോൾ ഒരു കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. അതായത് ഇന്നലെ 3:30-ക്ക് പ്രസാദ് ഇപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം 2-ൽ ഈ കുട്ടി വന്നിറങ്ങി എന്നതിന് ഒരു ദൃശ്യ തെളിവുകളും, അതായത് ഒരു CCTV ഫുട്ടേജ് പോലും അവൈലബിൾ അല്ല. പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ പ്രസാദ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 2 വഴികളിലൂടെ പുറത്തേക്ക് പോകാം. ആ 2 വഴികളിലും ഈ കുട്ടി പോയതിന്റെ ഒരു തെളിവുമില്ല. കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ഓട്ടോ സ്റ്റാൻഡിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർ അവർ സ്ഥിരീകരിക്കുന്നുണ്ടോ ഈ കുട്ടിയെ കണ്ടു, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടി തന്നെയാണ് എന്നത് അവർ സ്ഥിരീകരിക്കുന്നുണ്ടോ? അവർ മാത്രമാണ് ഇപ്പോൾ ആ കുട്ടിയെ കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിന്റെ ഒരു ട്രേസും അവിടെയില്ല, അല്ലെങ്കിൽ ഒരു ദൃശ്യവുമില്ല. അപ്പോൾ നമ്മൾ പിന്നിലേക്ക് തിരയേണ്ടി വരും. അല്ലെങ്കിൽ ഈ ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് എവിടോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകാത്ത വരുന്ന ഒരു ഘട്ടം എത്തിയിട്ടുണ്ടാകണം എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരും. ഇവിടെ ആ ചിത്രം എടുത്തവർ പറയുന്നത് നെയ്യാറ്റിൻകരയിലും പാറശാലയിലും അവർ ഇറങ്ങുന്നത് വരെ ആ ട്രെയിനിൽ കുട്ടി ഉണ്ടായിരുന്നു എന്നതാണ്. പാറശാല കഴിഞ്ഞ് കുഴിത്തുറയുണ്ട്, ഇരണ്ണിയേലുണ്ട്, നാഗർകോവിൽ ജംഗ്ഷനുണ്ട്, കന്യാകുമാരിയുണ്ട്. നാഗർകോവിൽ ജംഗ്ഷനും വലിയ സ്റ്റേഷനാണ്. ഒരുപക്ഷെ എൻഡ് പോയിന്റ് അതാണെന്ന് കരുതി അവിടെയും കുട്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യതയില്ലേ പ്രസാദ്? നാഗർകോവിൽ സ്റ്റേഷനിൽ ഒരുപക്ഷെ ഇനി നമുക്ക് സാധ്യത പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നാഗർകോവിൽ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കന്യാകുമാരി സ്റ്റേഷനേക്കാളും എത്രയോ വലുതാണ്. 100 കണക്കിന് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയ ജംഗ്ഷനാണ് നാഗർകോവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവിടെ ഇറങ്ങാനുള്ള സാധ്യത അത് ഉണ്ട് എന്നതാണ്. കാരണം ഫോട്ടോ എടുത്തവർ പാറശാല വരെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന ഉറപ്പാണ് നൽകിയത്. അതിനുശേഷം സുജയ് പറഞ്ഞതുപോലെയുള്ള സ്റ്റേഷനുകൾ ഉണ്ട് താനും. ഇനിയിപ്പോൾ ഇവിടെയുള്ള പ്രതീക്ഷ, അതായത് റെയിൽവേ സ്റ്റേഷനിലെ 16 ക്യാമറകളിലുള്ള പ്രതീക്ഷ ഇന്ന് രാവിലെ പറഞ്ഞ 5 മണി മുതൽ 6:30 വരെയുള്ള സമയത്തും ഇന്നലെ വൈകിട്ട് പറഞ്ഞ 3 മണി മുതൽ 4:30 വരെയുള്ള സമയത്തും ഏതെങ്കിലും ക്യാമറ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം തപ്പിപ്പെറുക്കി നോക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സാധ്യത ഇന്ന് രാവിലെ ഉണ്ടായ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതായത് RPFൻ്റെ സബ് ഇൻസ്പെക്ടറാണ് നമ്മളോട് ഇന്ന് രാവിലെ ആ വിവരം ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ 5:25-ന് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെയും അതുപോലെ ഒരുപാട് കോളുകൾ നമ്മുടെ പോലീസിന് വന്നിട്ടുണ്ട്, അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും അവസാനം അത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അത് കുട്ടിയായിരിക്കില്ല എന്നുള്ളതാണ്.